ഹലോ കുട്ടികളെ, ഇന്ന് വ്യാകരൺ ഗ്രാമർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലങ്കാറാണ്. അലങ്കാറിൻ്റെ ഭേദങ്ങൾ പിന്നെ അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. काव्य में भाषा को शब्दार्थ से सुसज्जित तथा सुंदर बनाकर कविता का सौंदर्य बढ़ाने वाले चमत्कार को ही अलंकार कहते हैं. അപ്പോൾ കാവ്യമേ കവിതയിൽ ഭാഷയുടെ ശബ്ദത്തിൻ്റെ അർത്ഥങ്ങളെ അല്ലേ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് ആ കവിതയിൽ ഭംഗിയാക്കുമ്പോൾ ആ കവിതയുടെ സൗന്ദര്യം ഇനിയും കൂടുകയാണ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ അതൊരു മാജിക്കൽ എന്ന രീതിയിലാണ് അല്ലേ. അപ്പോൾ അതിന് എന്താണ് പറയുക? അലങ്കാർ. അലങ്കാർ കാ ശാബ്ദിക് അർത്ഥ ആഭൂഷൺ. അതിൻ്റെ എന്താണ് ലിറ്ററൽ എന്താണ് മീൻ ചെയ്യുന്നത്? ആഭൂഷൺ എന്ന് തന്നെ പറയാം. കാരണം അത് അലങ്കരിക്കുകയാണ് ചെയ്യുന്നത് ശബ്ദത്തെ. जिस प्रकार सुवर्ण आदि के आभूषणों से शरीर की शोभा बढ़ती है, उसी प्रकार कविता की सुंदरता को बढ़ाने का साधन अलंकार है. എങ്ങനെയാണോ എന്താണ് സ്വർണം അല്ലേ, സ്വർണം ആഭരണമായിട്ട് ഞങ്ങൾ ശരീരത്തിൽ അണിയുമ്പോൾ ശരീരത്തിൻ്റെ ഭംഗി കൂടുന്നത്, അതുപോലെ തന്നെ കവിതയുടെ സൗന്ദര്യം കൂട്ടുന്ന ഒരു ആഭരണം എന്ന രീതിയിലാണ് അലങ്കാർ അല്ലേ. അലങ്കാർ അലങ്കാർ കവിതാക്കി ശോഭാമേ ചാർ ചാന്ദ് ലഗാ ദേത്തെ. അത് എന്താണ് കവിതയെ അതിനെ ഭംഗി കൂട്ടുകയാണ് ചെയ്യുന്നത്. അലങ്കാർ എന്നത് അതിൻ്റെ എന്താണ് കവിതയുടെ ഒരു ഭംഗി കൂട്ടുകയാണ് ചെയ്യുന്നത്. अलंकार का महत्व, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അലങ്കാർ എന്നതിൻ്റെ? കവിതാമേ അലങ്കാരോं का महत्व कुछ इस प्रकार है. കവിതയിൽ അലങ്കാരങ്ങളുടെ മഹത്വം ഇങ്ങനെയുണ്ട്. എന്തൊക്കെയാണത്? അലങ്കാരം സി കവിതാക്കി സുന്ദരത ബഡ്ത്തി, അതിൻ്റെ ഭംഗി കൂടുകയാണ് ചെയ്യുന്നത് കവിതയുടെ. സുന്ദരത ബഡ്നെ സെ കവിത കാ അധിക് പ്രഭാവ് പടുത്താ ഹെ. അപ്പോൾ അതിൻ്റെ സൗന്ദര്യം കൂടുമ്പോൾ എന്താണ് കവിതയുടെ സൗന്ദര്യം കൂടുമ്പോൾ കവിതയ്ക്ക് ഇനിയും കൂടുതൽ അതിൻ്റെ എഫക്റ്റ്, അതായത് ഞങ്ങൾക്ക് കൂടുതൽ അതിനെ എന്താണ് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കും അല്ലേ ആ കവിത. അപ്പോൾ അതിൻ്റെ പ്രഭാവ്, അതിൻ്റെ എഫക്റ്റ് കൂടുകയാണ് ചെയ്യുന്നത് കവിതയുടെ. अलंकार की सहायता से कवि अपने भावों को सरलता तथा आकर्षक ढंग से प्रकट कर पाता है. അപ്പോൾ അലങ്കാർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കവിയുടെ ഭാവനകളെ അല്ലേ എന്താണ് ഭാവംക്കോ സരളത, അതിലുപയോഗിച്ച ആ ഭാവം എന്താണ് സിമ്പിളായിട്ടും നല്ല ആകർഷണീയമായ രീതിയിലും അതിനെ പ്രകടിപ്പിക്കാനായിട്ട് കവിക്ക് സാധിക്കുന്നു അലങ്കാർ ഉപയോഗിക്കുമ്പോൾ ഒരു കവിതയിൽ. അലങ്കാർ കെ ഭേദ് ശബ്ദാലങ്കാർ, അർത്ഥാലങ്കാർ, ഉഭയാലങ്കാർ. അങ്ങനെ 3 തരത്തിലുള്ള അലങ്കാറുണ്ട്. അതായത് ശബ്ദാലങ്കാർ, അർത്ഥാലങ്കാർ, ഉഭയാലങ്കാർ. शब्दालंकार, जब काव्य में शब्दों के माध्यम से काव्य सौंदर्य में वृद्धि की जाती है, तब उसे शब्दालंकार कहते हैं. അപ്പോൾ ഒരു കാവ്യമേ അല്ലെ ഒരു കവിതയിൽ ശബ്ദങ്ങൾ വഴി അല്ലേ ആ കവിതയുടെ സൗന്ദര്യം വർദ്ധിക്കുകയാണെങ്കിൽ, അതായത് അവിടെ ശബ്ദമാണ് അലങ്കാരമായിട്ട് മാറുന്നത് അല്ലേ. അതിൻ്റെ സൗന്ദര്യം, കവിതയുടെ സൗന്ദര്യം ശബ്ദം വഴി അതിൻ്റെ സൗന്ദര്യം കൂടുകയാണ് എന്നുണ്ടെങ്കിൽ तब उसे शब्दालंकार कहते हैं. शब्द. इस अलंकार में एक बात रखने वाली यह है कि शब्दालंकार में शब्द विशेष के कारण सौंदर्य उत्पन्न होता है. അപ്പോൾ ഇതിൽ മെയിൻ എന്താണ്? ശബ്ദം കാരണമാണ് അല്ലെ, ശബ്ദവിശേഷ കാരണമാണ് അതിൻ്റെ ഭംഗി കൂടുന്നത്. ഈ ശബ്ദാലങ്കാരത്തിൽ ആ കവിതയുടെ ഭംഗി കൂടുന്നത്. അപ്പോൾ ഉസ് ശബ്ദ വിശേഷ കാ പര്യായവാചി രഖ്നെ സെ കാവ്യ സൗന്ദര്യ സമാപ്ത് ഹോ ജാതാ ഹൈ. പക്ഷെ അതിൻ്റെ ഒരു പര്യായം അല്ലേ, ആ ഒരു ശബ്ദവിശേഷിൻ്റെ വേറൊരു പര്യായം അവിടെ ആ കവിതയിൽ വെക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ആ സൗന്ദര്യം കുറയുകയാണ് ചെയ്യുന്നത്. അതിനുദാഹരണം താഴെ കൊടുത്തിട്ടുണ്ട്. ജैसे कनक कनक ते 100 गुनी मादकता अधिकाय, यहाँ कनक के स्थान पर उसका पर्यायवाची गेहूँ या धतूरा रख देने पर काव्य सौंदर्य समाप्त हो जाता है. അപ്പോൾ ഇവിടെ കനക് എന്നതിൻ്റെ അർത്ഥം രണ്ട് അർത്ഥമാണ്. അതായത് കനക് എന്നത് ധത്തൂറ എന്ന് പറയാം. ധത്തൂറ ഒരു തരം എന്താണ് നശീല ചീസാണ്. നശീല എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളെ ധത്തൂര എന്ന് പറഞ്ഞാൽ ഒരു ലഹരി പദാർത്ഥമാണ്. അപ്പോൾ ഇവിടെ 2 അർത്ഥമാണ്. ഈ കനക് അതായത് സ്വർണമെന്നും പിന്നെന്താണ് ധത്തൂര അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ വരികളിൽ അതായത് കനകത്തെ 100 ഗുണി മാദകത അധിക എന്നതിൽ ഞങ്ങളിപ്പോൾ ധത്തൂര 100 ഗുണിത്തെ 100 ഗുണി മാദകത അധിക അങ്ങനെ ഉപയോഗിച്ചായിരുന്നെങ്കിൽ, അതായത് ധത്തൂര ഉപയോഗിച്ചായിരുന്നെങ്കിൽ ആ വരികളുടെ ഭംഗി
പോയി പോകും അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ശബ്ദവിശേഷം ഉപയോഗിച്ചിട്ട് ഒരു വാക്യത്തെ, അതായത് ഒരു വരികളെ അലങ്കരിക്കുമ്പോഴാണ് അത് ശബ്ദാലങ്കാരാവുക അല്ലേ, ശബ്ദവിശേഷം ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ അതിന് ഉസ് ശബ്ദവിശേഷ ക പര്യായവാചി രഖ്നേസെ, അതിൻ്റെ പര്യായവാചി വയ്ക്കുകയാണ്, അതിന് പകരം ഉള്ള വേർഡ് അല്ലേ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കവിതയുടെ സൗന്ദര്യം പോയി പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ശബ്ദാലങ്കാർ. इनी शब्दालंकार के भेद, शब्दालंकार के 3 भेद हैं. ശബ്ദാലങ്കാറിന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് 3 ശബ്ദാലങ്കാറുണ്ട്. അനുപ്രാസ് അലങ്കാർ, യമക് അലങ്കാർ, ശ്ലേഷ് അലങ്കാർ. ഇതൊക്കെയാണ് അനുപ്രാസ് അലങ്കാർ, യമക് അലങ്കാർ, ശ്ലേഷ് അലങ്കാർ. अनुप्रास अलंकार, जब काव्य में किसी वर्ण की आवृत्ति एक से अधिक बार होती है, अर्थात कोई वर्ण एक से अधिक बार आता है, तो उसे अनुप्रास अलंकार कहते हैं. അപ്പോൾ എന്താണ് വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്, അക്ഷരം അല്ലേ. അപ്പോൾ ഒരു കവിതയിൽ അല്ലെ, ജബ് കാവ്യമേ കിസി വർണ്ണ की आवृत्ति, റിപ്പിറ്റേഷൻ അല്ലേ, ആവൃത്തി ഏക് സെ അധിക് ബാർ ഹോത്തി ഹെ, ഒന്നിലധികം പ്രാവശ്യം ഒരേ അക്ഷരം റിപ്പീറ്റ് ആവുന്നു എങ്കിൽ, അർത്ഥാത് कोई वर्ण एक से अधिक बार आता है तो उसे അനുപ്രാസ് അലങ്കാർ कहते हैं. ഒന്നിലധികം പ്രാവശ്യം അക്ഷരങ്ങൾ വരികയാണെങ്കിൽ, ആവർത്തിക്കുകയാണെങ്കിൽ അത് അനുപ്രാസ് അലങ്കാർ എന്ന് പറയുന്നു. ജैसे तरनी तनूजा तट तमाल तरुवर बहु छाए, तरनी तनूजा तट तमाल तरुवर बहु छाए. यहाँ त वर्ण की आवृत्ति, त എന്ന അക്ഷരത്തിൻ്റെ ആവൃത്തി റിപ്പിറ്റേഷൻ ഏക് സെ അധിക് ബാർ ഹുയി ഹെ, ഒന്നിലധികം പ്രാവശ്യം ആയിട്ടുണ്ട് അല്ലേ. തരണി, തനുജ, തട്ട്, തമാൽ, തരുവർ. അപ്പോൾ അത്തഹ യഹാ അനുപ്രാസ് അലങ്കാർ ഹെ. അപ്പോൾ ഇവിടെ അനുപ്രാസ് അലങ്കാർ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇനി കുറച്ച് ഉദാഹരണങ്ങൾ ഉണ്ട്, അത് നോക്കാം. ഓക്കെ, രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. അതിൽ ര അല്ലെ, രഘുപതി, രാഘവ, രാജാറാം, അതിൽ ര എന്ന വർണ്ണയ്ക്ക് ആവൃത്തി ഹോത്തി. അപ്പോൾ ര എന്ന വർണ്ണ ആവർത്തിക്കപ്പെടുന്നു അല്ലേ. ചാരു ചന്ദ്ര की चंचल किरणें खेल रही हैं जल तल में. അപ്പോൾ ച എന്ന വർണ്ണ की ആവൃത്തി, ചാരു, ചന്ദ്ര, ചഞ്ചൽ അല്ലേ. മുദിത്ത് മഹീപതി മന്ദിർ ആയേ, മ എന്ന വർണ്ണം ആവർത്തിക്കപ്പെടുന്നു. മുദിത്ത്, മഹിപതി, മന്ദിർ അല്ലേ. പിന്നെ മയ്യാമോരി മേ നഹി മാഖൻ ഖായോ, മ എന്ന വർണ്ണമാണ് ആവർത്തിക്കുന്നത്. മയ്യ, മോരി, മേ അല്ലേ. സട്ട് സുധരഹി സത സംഗതി പായി, സ എന്ന വർണ്ണം ആവർത്തിക്കുന്നു. സഠ്, സുധരഹി, സത, സംഗതി, അതിലൊക്കെ എന്താണ്, ഒന്നിലധികം പ്രാവശ്യം സ എന്നത് വർണ്ണം ആവർത്തിക്കുന്നുണ്ട് അല്ലേ, അക്ഷരം ആവർത്തിക്കുന്നു. കാലിന്തി കൂല് കദംബ് കീ ഡാരണ്, ക എന്ന വർണ്ണമാണ് ആവർത്തിക്കപ്പെടുന്നത്. കാലിന്തി, കൂല്, കദംബ് അല്ലേ, ഇതൊക്കെ ക എന്ന അക്ഷരം ഇവിടെ ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ ഇതെന്ത് അലങ്കാരമാണ്, അനുപ്രാസ് അലങ്കാർ. യമക് അലങ്കാർ, അതായത് രണ്ടാമത്തെ ഭേദം, അതായത് ശബ്ദാലങ്കാറിൻ്റെ രണ്ടാമത്തെ ഭേദമാണ് യമക് അലങ്കാർ. ജബ് काव्य में कोई शब्द एक से अधिक बार आए और उनके अर्थ अलग अलग हों तो उसे यमक अलंकार होता है. वहाँ क्या होता है, യമക് അലങ്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ശബ്ദം. ആദ്യം അനുപ്രാസ് അലങ്കാറിൽ എന്തായിരുന്നു, അക്ഷരം അല്ലേ. ഇവിടെ എന്താണ്, ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് അല്ലേ. അങ്ങനെ കവിതയിൽ ഒരേ ശബ്ദം ഏക് സെ അധിക് ബാർ ആയ, ഒന്നിലധികം പ്രാവശ്യം ഒരേ ശബ്ദം റിപ്പീറ്റ് ആവുന്നുണ്ട്. അതുമാത്രമല്ല ഉൻകെ അർത്ഥ, അതിൻ്റെ അർത്ഥം അലഗ് അലഗ് ഹോ, അതായത് വെവ്വേറെ അർത്ഥമുള്ളത് അല്ലേ. ഒരേ ശബ്ദത്തിന് വെവ്വേറെ അർത്ഥമുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഉസെ യമക് അലങ്കാർ कहते हैं. जैसे അതിന് എക്സാമ്പിൾ, 3 बेर खाती थी वे 3 बेर खाती है. അപ്പോൾ ഉപയുക്ത പങ്ക്തി മേ ബേർ ശബ്ദ് 2 ബാർ ആയാ ഹെ, 2 പ്രാവശ്യം അവിടെ ബേർ എന്ന ശബ്ദം വന്നിട്ടുണ്ട് അല്ലേ. 3 ബേർ ഖാത്തി ഥി, 3 ബേർ ഖാത്തി ഹെ. അപ്പോൾ ബേർ എന്നത് 2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്, ഒന്നിലധികം പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ്, ആയാ പരന്തു എനിക്ക് അർത്ഥ ഹേ സമയ്,
एक प्रकार का फल. അപ്പോൾ ആദ്യത്തേതിൽ എന്താണ് സമയ് എന്നാണ് അർത്ഥം വരുന്നത്. രണ്ടാമത്തേതിൽ ബേർ എന്ന ഫ്രൂട്ട് എന്ന അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഇസ് തരഹ് യഹാ യമക് അലങ്കാർ. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ് യമക് അലങ്കാരമാണ്. അപ്പോൾ ഒരേ ശബ്ദം ഒന്നിലധികം പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നു. അതുമാത്രമല്ല അതിൻ്റെ അർത്ഥം അല്ലേ. ബേർ എന്നതിൻ്റെ ഇവിടെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ബേർ എന്നതിന് 2 അർത്ഥമാണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് സമയം എന്ന അർത്ഥവുമുണ്ട്. രണ്ടാമത്തേത് ഒരു ഫ്രൂട്ടിൻ്റെ പേര് അല്ലേ, ബേർ, പേരക്ക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 അർത്ഥം വരുന്നുണ്ട് ശബ്ദത്തിന്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഒന്നിലധികം പ്രാവശ്യം ആ ശബ്ദം റിപ്പീറ്റ് ആവുന്നുണ്ട്. അതുമാത്രമല്ല ആ ശബ്ദത്തിന് തന്നെ കുറേ അധികം അർത്ഥവും അല്ലേ, 2 അർത്ഥവും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാണ് യമക് അലങ്കാർ എന്ന് പറയുന്നത്. कनक कनकते 100 गुनी मादकता अधिकाय या खाए बोराए नर व पाए बोराए. അപ്പോൾ ഈ വരികളിൽ എന്താണ് അർത്ഥം വരുന്നത്? കനക് അല്ല 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് അർത്ഥം വെവ്വേറെയാണ്. അതായത് കനക് സെ ആദ്യത്തെ കനക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കനക് സെ താത്പര്യ ഹെ ഭാങ് അല്ലെ, ഭാങ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്, അതായത് ധത്തൂര. തഥാ ദൂസരെ കനക് का अर्थ है स्वर्ण, സ്വർണം എന്നും അർത്ഥമുണ്ട് രണ്ടാമത്തെ കനക്. അപ്പോൾ കവി कहता है कि स्वर्ण अथवा धन के लोभ का मद नशा അല്ലെങ്കിൽ ലഹരി ഭാങ് के मद से भी 100 गुना अधिक बावरा बना देता है. അപ്പോൾ കവി പറയുകയാണ് ഈ സ്വർണത്തിൻ്റെ ആ ലഹരി എന്താണ് ഭാങ്കിൻ്റെ അതായത് ധത്തൂരയുടെ ലഹരിയേക്കാൾ എന്താണ് 100 ഗുണ 100 കണക്കിന് അധികമാണ്. അതായത് അത് എന്താണ് ബാവ്ര ബനാദേത്ത. ബാവ്ര ബനാന എന്ന് പറഞ്ഞാൽ പാഗൽ ബനാദേന അല്ലേ. അപ്പോൾ കനക് എന്നതിന് 2 അർത്ഥമാണ് ഇവിടെ ഉള്ളത്. ഭാങ് അതായത് ധത്തൂര എന്നും അർത്ഥമുണ്ട്, സ്വർണം എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ यहाँ कनक शब्द के अर्थ है सोना और धतूरा. अतः यहाँ യമക് അലങ്കാർ है. അപ്പോൾ ഒരേ ഇതിന് എന്താണ് കനക് എന്നതിന് 2 അർത്ഥങ്ങൾ ഇവിടെയുണ്ട്, ധത്തൂര എന്നും സോന. അതുകൊണ്ട് ഇതെന്താണ് യമക് അലങ്കാറാണ്. അടുത്ത ഉദാഹരണം कालीघटा का घमंड घटा नभ तारक मंडल वृंद खिले. यहाँ एक घटा का अर्थ है काली घटाएं और दूसरी घटा का अर्थ है कम होना അല്ലേ. ആദ്യത്തെ ഘട്ട എന്നതിൻ്റെ അർത്ഥം ഇവിടെ എന്താണ്? കാലി ഘട്ടായം, കറുത്ത മേഘങ്ങൾ. പിന്നെ ദൂസരി ഘട്ടാക്ക അർത്ഥം കം ഹോന, അതായത് കുറയുക. അപ്പോൾ ഈ വരികളിൽ എങ്ങനെയാണ് ഇസ് പങ്ക്തി മേ ശരത് കെ ആഗമൻ പർ ഉസ്കെ സൗന്ദര്യ കാ ചിത്रण കിയാ ഗയാ. അപ്പോൾ ശരത്കാലം വരുന്നതിൻ്റെ ആ സൗന്ദര്യത്തെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് കവി. അപ്പോൾ മഴക്കാലം നിന്നു, അതിനുശേഷം ശരത്കാലം വരികയാണ്. അപ്പോൾ ഈ കാലിഘട്ട അതായത് കറുത്ത മേഘങ്ങളുടെ അഹങ്കാരം പോയി, അതായത് കാലിഘട്ടാക്ക ഘമണ്ട് ഘട്ട് ഗയ എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പോൾ ഘട്ട എന്ന ശബ്ദത്തിന് 2 അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഘട്ട എന്ന് പറഞ്ഞാൽ കാലേ ബാദൽ എന്നർത്ഥമുണ്ട്, ഘട്ട എന്ന് പറഞ്ഞാൽ കം ഹോ ഗയ എന്നും അർത്ഥമുണ്ട്. ഓക്കെ. ഹേ കവി ബേനി ബേനി വ്യാല കി ചുരായി ലീൻഹി. അപ്പോൾ ഈ വരികളിൽ എന്താണ് കവി പറയുന്നത്? ഇൻ പങ്ക്തിയോമേ നായിക കെ അപ്രതിം സൗന്ദര്യ കാ വർണ്ണൻ ഹുവാ ഹൈ. സൗന്ദര്യത്തെയാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ബേനി കവി കഹ രഹേ ഹൈ കി നായിക കി ചോട്ടി സാപ്പ് കി ചോരി കർ ബനായി ഹുയി പ്രതീത് ഹോത്തി. അതായത് പാമ്പിൻ്റെ അല്ലേ, പാമ്പിനെ എടുത്ത് ചോട്ടി അതായത് മുടി ഇങ്ങനെ പിന്നിയിട്ടത് അല്ലേ, അതുപോലെ ഉണ്ട് എന്നാണ് കവിയുടെ പേരാണ് ബേനി. അപ്പോൾ ബേനി എന്നത് ഇവിടെ 2 അർത്ഥമാണുള്ളത്. ബേനി എന്നത് കവിയുടെ പേരും പിന്നെ ബേനി എന്നതിന് വേറൊരു അർത്ഥമുള്ളത് എന്താണ്? ബാലാക്കി ചോട്ടി അല്ലെ. ബേനി കാ അർത്ഥ് ബാലാക്കി ചോട്ടി എന്നും അർത്ഥമുണ്ട്. അപ്പോൾ अतः यमक अलंकार है. यहाँ एक बेनी का आशय कवि का नाम और दूसरे बेनी का अर्थ बाला की चोटी है. अतः यमक अलंकार है. അതുകൊണ്ട് ഇവിടെ യമക് അലങ്കാരാണെന്ന് പറയാം. അതായത് 2 അർത്ഥമാണ് ഒരേ ശബ്ദത്തിന്. ബേനി എന്നതിന് 2 അർത്ഥമാണ് ഇവിടെയുള്ളത്. रति रति शोभा सब रति के शरीर की. यहाँ रति का अर्थ है तनिक तनिक अल्ले. ആദ്യത്തെ पहली बार प्रयुक्त रति का अर्थ है समीप जरा जरा सी എന്നാണ് അർത്ഥം വരുന്നത്. और दूसरे स्थान पर प्रयुक्त रति का अर्थ है कामदेव की परम സുന്ദർ പത്നി രതി അല്ലേ. അപ്പോൾ അതുപോലെ അങ്ങനെ വരുമ്പോഴെന്താണ് ഒരേ ശബ്ദം, അതായത് രതി എന്നതിൻ്റെ ഒരേ ശബ്ദത്തിൻ്റെ 2 അർത്ഥങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്താണത്? യമക് അലങ്കാർ. അഥ യഹാ യമക് അലങ്കാർ ഹെ.
നഗന ജഡാത്തി ഥീ വേ നഗന ജഡാത്തി ഹെ. അപ്പോൾ രണ്ടർത്ഥമാണ് വരുന്നത്. നഗൻ എന്നതിന് എന്താണ് ഹീരാമോത്തി ആദി രത്ന ധാരൺ കർണ, അല്ലെ ഹീരാമോത്തി എന്ന രത്നങ്ങൾ, ഇത്രയും രത്നങ്ങളൊക്കെ ധരിക്കുക. അല്ലെങ്കിൽ പിന്നെന്താണ് വേറൊരർത്ഥം വസ്ത്രവും കെ ബിന, അല്ലെ നഗ്ന, വസ്ത്രങ്ങൾ ഇല്ലാതെ, അല്ലെ വസ്ത്രങ്ങൾ ധരിക്കാതെ എന്ന അർത്ഥവുമുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടർത്ഥമാണ് ഒരേ ശബ്ദത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തായിരിക്കും? യമക അലങ്കാർ. ഇനി ശ്ലേഷ് അലങ്കാർ എന്താണെന്ന് നോക്കാം. ശ്ലേഷ് കാ അർത്ഥ ഹെ ചിപ്കാ ഹുവ, ഒട്ടിയിരിക്കുന്നത് എന്നാണ് അർത്ഥം, അല്ലെ ഒരുമിച്ചിരിക്കുന്നത്, അല്ലെ ഒട്ടിയിരിക്കുന്നത്. അർത്ഥാത് ഏക് ശബ്ദ കെ അനേക് അർത്ഥ ചിപ്കെ ഹോത്തെ ഹെ. ഒരേ ശബ്ദത്തിന് കുറേ അർത്ഥങ്ങളിങ്ങനെ ഒട്ടിച്ച്, അതായത് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അതിനെന്താണ് പറയുക? ശ്ലേഷ് അലങ്കാർ. जब काव्य में कोई शब्द एक बार आए और उसके एक से अधिक अर्थ प्रकट हो तो उसे श्लेष अलंकार कहते हैं. അപ്പോൾ ഒരു കാവ്യത്തിൽ, ഒരു കവിതയിൽ ഒരു ശബ്ദം വന്നിട്ടുണ്ട്, എന്നിട്ട് ആ ശബ്ദത്തിൻ്റെ അർത്ഥം, കുറേ അർത്ഥങ്ങൾ ആ കവിതയിൽ വരുന്നുണ്ട്. ഒരേ ശബ്ദത്തിന് കുറേ അർത്ഥങ്ങൾ അവിടെ ആ കവിതയിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അധിക് അർത്ഥ പ്രകट हो तो उसे श्लेष अलंकार कहते हैं. ओके, जैसे रहीमन पानी राखिए बिन पानी सब सून पानी गए न उबरे मोती मानुष चून. അപ്പോൾ റഹീമിൻ്റെ ദോഹയിൽ നിന്നുള്ളതാണിത്, ദോഹയാണ്. അപ്പോൾ ഇതിൽ റഹീമിനെ പാനിക്ക് 3 അർത്ഥവുമേ പ്രयोग किए. പാനി എന്നതിന് 3 അർത്ഥങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പാനി കാ പഹല അർത്ഥ മനുഷ്യക്ക് സന്ദർഭമേ ഹേ, മനുഷ്യരുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹമേശ വിനമ്രത, അല്ലെ മനുഷ്യമേ ഹമേശ വിനമ്രത ഹോനാ ചാഹിയെ എന്നർത്ഥത്തിലാണ് പാനി എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് പാനി കാ ദൂസര അർത്ഥ ആഭ, तेज़ या चमक, അല്ലെ तेज या चमक से है जिसके बिना मोती का कोई मूल्य नहीं. അപ്പോൾ മോത്തിയുമായിട്ട്, അത് മുത്തുമായിട്ടുള്ള ബന്ധത്തിലാണ് പാനി എന്ന ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ ചമക്ക്, അല്ലെ അല്ലെങ്കിൽ തേജ്, അതിൻ്റെ തിളക്കം എന്നത് കൊണ്ടാണ് പാനി എന്ന് ഉദ്ദേശിക്കുന്നത് മോത്തിയുടെ. പിന്നെ പാനി കാ തീസര അർത്ഥ ജൽ സെ ഹെ, മൂന്നാമത്തെ അർത്ഥം വെള്ളം തന്നെയാണ്. അതായത് ജിസെ ആട്ടെ സെ ജോഡ് കർ ദർശായ ഗയ ഹെ. ആട്ട അതായത് പൊടി, അല്ലെ ഗോതമ്പ് പൊടിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഇവിടെ വെള്ളം, പാനി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. റഹീം കാ कहना है कि जिस तरह आटे का अस्तित्व पानी के बिना नम्र नहीं हो सकता और मोती का मूल्य उसकी आभा के बिना नहीं हो सकता, और उसी तरह मनुष्य को भी अपने व्यवहार में हमेशा പാനി യാനിക്ക് വിനമ്രത രഖ്ന ചാഹിയെ. അപ്പോൾ എങ്ങനെയാണോ വെള്ളമില്ലാതെ എന്താണ് ആട്ട, അല്ലേ എന്താണ് ചപ്പാത്തിയുടെ ആട്ട ഞങ്ങൾക്ക് കുഴയ്ക്കാൻ സാധിക്കത്തില്ല, അല്ലേ അതുപോലെ തന്നെ മുത്തിൻ്റെ ആ എന്താണ് അതിൻ്റെ തിളക്കം, അല്ലെ മോത്തിക്ക മൂലുസ്കി ആഭാക്ക് അതിൻ്റെ തിളക്കമില്ലെങ്കിൽ മോത്തി എന്താണ് ആ മുത്ത് ഉപയോഗപ്രദമല്ല, അല്ലെ കാണാൻ ഭംഗിയുണ്ടാവത്തില്ല. അതുപോലെ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ, അതായത് വ്യവഹാരമേ പെരുമാറ്റത്തിൽ എപ്പോഴും എന്താണ് വിനയം ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ദോഹയിലൂടെ. അങ്ങനെ ഇതിൽ 3 അർത്ഥങ്ങളാണ് ഒരേ ശബ്ദത്തിന് ഈ ദോഹയിൽ വന്നിട്ടുള്ളത്, അല്ലേ 3 അർത്ഥങ്ങൾ ഒരേ ശബ്ദത്തിന്. അതുകൊണ്ടാണ് ഇതിനെ എന്താണ് ശ്ലേഷ് അലങ്കാർ എന്ന് വിളിക്കുന്നത്. അതായത് ഏക് ശബ്ദക്കെ അനേക് അർത്ഥ ചിപ്കെ ഹോത്തെ ഹെ, അതിനാണ് ശ്ലേഷ് അലങ്കാർ എന്ന് പറയുന്നത്. ശ്ലേഷ് അലങ്കാരത്തിനുള്ള എക്സാമ്പിൾസ് ആണ് മധുബൻ കി ഛാത്തി കോ ദേഖോ, സൂഖി ഇസ്കി കിത്നി കലിയാം. മധുബൻ പൂന്തോട്ടം, അല്ലേ അപ്പോൾ അവിടെയുള്ള കലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പൂക്കൾ. 2 അർത്ഥമുണ്ട് ഈ കലിയാം എന്നതിന്. യഹാ കലിയാം का अर्थ है फूल खिलने से पूर्व की അവസ്ഥ. അപ്പോൾ പൂക്കൾ വിരിയുന്നതിന് മുമ്പുള്ള ഒരവസ്ഥ, അല്ലേ മൊട്ടായി ഇരിക്കുന്ന ആ അവസ്ഥ, അതായത് ഫൂൽ ഖിൽനെ സെ പൂർവ്വ की അവസ്ഥ. പിന്നെ യൗവനത്തിന് മുൻപേ ഉള്ള ഒരു അവസ്ഥ, അല്ലേ യൗവൻ ആനെ സെ പഹലെ की അവസ്ഥ. അപ്പോൾ കലിയാം എന്നതുകൊണ്ട് 2 അർത്ഥമുണ്ട്. ഫൂൽ ഖിൽനെ സെ പൂർവ്വ की അവസ്ഥ, യൗവൻ ആനെ സെ പഹലെ की അവസ്ഥ. അപ്പോൾ അവിടെ എന്താണ് വന്നിരിക്കുന്നത്? ആ ഇതിൽ എന്താണ് ശ്ലേഷ് അലങ്കാരാണ് വന്നിരിക്കുന്നത്. ഓക്കെ, चरण धरत चिंता करत चितवत चारों ओर, सुबरन को खोजत फिरत कवि व्यभिचारी चोर. इस दोहे की दूसरी पंक्ति में सुबरन का प्रयोग किया गया है. ഈ രണ്ടാമത്തെ പങ്ക്തിയിൽ സുബരൻ എന്ന വേർഡിൻ്റെ പ്രയോഗമുണ്ട്, അല്ലേ അതിൽ കവി, വ്യഭിചാരി और चोर तीनों ढूंढ रहे हैं. സുബരൻ എന്നത് 3 പേരും, അതായത് കവി, വ്യഭിചാരി പിന്നെ ചോർ 3 പേരും ഇത് നോക്കി നടക്കുകയാണ്, അതായത് സുബരൻ. कवि के लिए सुबरन का अर्थ है
अच्छे शब्द अल्ले अर्थ सुंदर वर्ण അല്ലെങ്കിൽ अच्छे शब्द व्यभिचारी के लिए എന്താണ് വ്യഭിചാരി के लिए सुबरन का अर्थ है अच्छा रूप रंग അല്ലെങ്കിൽ यौवन വ്യഭിചാരിക്കാണെങ്കിലോ സുന്ദർ रूप रंग അല്ലേ പിന്നെ ചോർ के लिए सुबरन का अर्थ है स्वर्ण अर्थात सोना അപ്പോൾ മൂന്ന് പേർക്കും മൂന്ന് രീതിയിലാണ് ആ സുബരൻ എന്ന ശബ്ദം എന്താണ് അവർ എടുക്കുന്നത് അല്ലേ അതായത് കവിക്ക് നല്ല ശബ്ദമാണ് വേണ്ടത് വ്യഭിചാരിക്കാണെങ്കിലോ അച്ഛാ റൂപ് രംഗ് അല്ലെങ്കിൽ യൗവനം പിന്നെ ചോർ അത് കള്ളനാണെങ്കിലോ എന്താണ് വേണ്ടത് സ്വർണം അല്ലേ അപ്പോൾ ഈ സുബരൻ എന്നതുകൊണ്ട് മൂന്ന് പേരും ഓരോ അർത്ഥം മൂന്ന് പേരുടെയും മനസ്സിലുള്ള അർത്ഥം അല്ലേ സുബരൻ എന്നതിന് അർത്ഥം വെവ്വേറെയാണ് അപ്പോൾ ഇവിടെ എന്താണ് അലങ്കാരം വരുന്നത് ശ്ലേഷ് അലങ്കാർ मंगन को देख पट देत बार बार मंगन को देख पट देत बार बार അപ്പോൾ ഇവിടെ എന്താണ് ഇത് ശ്ലേഷ അലങ്കാരാണ് ഇസ് കാവ്യ പങ്ക്തി മേ പട്ട് കെ ദോ അർത്ഥം പട്ട് എന്നതിന് രണ്ട് അർത്ഥങ്ങളാണുള്ളത് ഒന്ന് വസ്ത്ര രണ്ടാമത്തേത് കിവാട് എന്ന് പറഞ്ഞാൽ കഥക് അല്ലേ കവാടം അല്ലെങ്കിൽ കഥക് വസ്ത്രം എന്ന് പറഞ്ഞാൽ തുണി അപ്പോൾ पहला अर्थ वह व्यक्ति किसी याचक को देखकर उसे बार बार वस्त्र देता है और दूसरा अर्थ है वह व्यक्ति याचक को देखते ही ദർവാസ ബന്ദ് കർ ദേത്ത ഹൈ അതാണ് ഇവിടുത്തെ അർത്ഥം അതായത് രണ്ട് അർത്ഥങ്ങളാണ് വരുന്നത് ഒരേ വേർഡിന് അല്ലേ പട്ട് എന്നതിന് രണ്ടർത്ഥമാണ് യഹാ പർ ശബ്ദ കെ ദോ അർത്ഥ ഹൈ വസ്ത്ര ഓർ ദർവാസ അങ്ങനെ ഒരേ ശബ്ദത്തിന് രണ്ട് അർത്ഥങ്ങൾ വന്നതുകൊണ്ട് അവിടെ ശ്ലേഷ് അലങ്കാർ मेरी भव बाधा हरो राधा नगरी सोई जा तनिकी झाई परे श्याम हरित दुति होई ഇവിടെ കവി എന്താണ് ഇവിടെയും ഇതും ശ്ലേഷ അലങ്കാരന് ഉദാഹരണം ഇവിടെ എന്താണ് ഹരിത് എന്ന ശബ്ദത്തിൻ്റെ അർത്ഥമാണ് രണ്ട് അർത്ഥമാണ് വരുന്നത് ഹർഷിത് അതായത് പ്രസന്ന ഹോന എന്നും വരുന്നുണ്ട് പിന്നെ ഹരേ റംക ഹോന അല്ലേ ഗ്രീൻ കളർ ഹരേ റംക ഹോന എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ കവി പറയുകയാണ് എന്താണ് രാധയോട് പറയുകയാണ് രാധ എന്താണ് രാധാജിക്ക് സ്തുതി കർത്തേ ഹുവേ കേത്തെ സ്തുതിച്ചിട്ട് രാധയെ സ്തുതിച്ചിട്ട് പറയുകയാണ് മേരി സാംസാരിക് ബാധായം വഹി ചതുർ राधा दूर करेंगी जिनके शरीर की छाया पड़ते ही सांवले कृष्ण हरे रंग के प्रकाश वाले हो जाते हैं അപ്പോൾ രാധയെ സ്തുതിച്ചാൽ എന്താണ് ശ്രീകൃഷ്ണൻ രാധയുടെ ആ രൂപം കാണുമ്പോഴേക്കും ശ്രീകൃഷ്ണൻ്റെ ആ എന്താണ് കറുത്ത നിറത്തിൽ നിന്നും ശ്രീകൃഷ്ണൻ പച്ച നിറത്തിലുള്ള പ്രകാശം നൽകും അതായത് പ്രസന്നനാകും സന്തോഷവാനാകും അർത്ഥാത് മേരെ ദുഃഖോं का हरण वही चतुर राधा करेंगी जिनकी झलक दिखने मात्र से ഒന്ന് രാധയെ കാണുമ്പോഴേക്കും ശ്രീകൃഷ്ണൻ പ്രസന്നനാകും അതായത് കൃഷ്ണ ഹരേ അർത്ഥാത് പ്രസന്ന ഹോ ജാത്തെ ഹൈ അപ്പോൾ സന്തോഷിക്കും എന്നതും അർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ യഹാ ഹരിത് ശബ്ദ കെ അർത്ഥ ഹൈ എന്താണ് ഇവിടെ ഹരിത് ശബ്ദ കെ ദോ അർത്ഥ ഹൈ ഹർഷിത് മത്ലബ് പ്രസന്ന ഹോന और ഹരേ രംഗ് കാ ഹോന അപ്പോൾ രണ്ട് അർത്ഥങ്ങളുണ്ട് ഒരു ശബ്ദത്തിന് അതായത് ഹരിത് എന്നതിന് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ശ്ലേഷ അലങ്കാരാണ് അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ പഠിച്ചു അലങ്കാർ അല്ലേ അലങ്കാർ എന്ന് പറഞ്ഞാൽ ആഭൂഷൺ എന്ന് തന്നെയാണ് ശാബ്ദിക് അർത്ഥ് അതിൻ്റെ അർത്ഥം ഒരു ശബ്ദാർത്ഥം വെച്ചിട്ട് ആ ഒരു എന്താണ് കവിതയെ അല്ലേ ഭംഗിയാക്കുക അതാണ് അലങ്കാർ ചെയ്യുന്നത് അപ്പോൾ അലങ്കാർ എത്രയായിട്ട് വിഭജിച്ചിട്ടുണ്ട് ശബ്ദാലങ്കാർ അർത്ഥാലങ്കാർ പിന്നെ എന്താണ് ഉഭയങ്കാർ അല്ലേ ഉഭയാലങ്കാർ പിന്നെന്താണ് അതിൽ ശബ്ദാലങ്കാരനെ പറ്റിയാണ് ഇന്ന് പഠിച്ചത് ഓക്കെ ജബ് കാവ്യമേ ശബ്ദോം കെ മാധ്യം സെ കാവ്യ സൗന്ദര്യമേ വൃദ്ധി കി ജാതി ഹൈ അപ്പോൾ അതിനെയാണ് ശബ്ദാലങ്കാരം അതായത് ശബ്ദമാണ് അവിടെ ഉപയോഗിക്കുന്നത് ശബ്ദം ഉപയോഗിച്ചിട്ട് അതിനെ ഭംഗിയാക്കുക അല്ലേ പക്ഷേ അതിൻ്റെ എന്താണ് പര്യായവാചി ശബ്ദം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ സൗന്ദര്യം ഇല്ലാതാകുന്നു അപ്പോൾ ശബ്ദമാണ് അവിടെ സൗന്ദര്യം നൽകുന്നത് പിന്നെ ശബ്ദാലങ്കാർ തന്നെ മൂന്നായിട്ട് വിഭജിച്ചിട്ടുണ്ട് അനുപ്രാസ് അലങ്കാർ യമക് അലങ്കാർ പിന്നെ ശ്ലേഷ अलंकार अनुप्रास अलंकार എന്തെന്നാണ് പഠിച്ചത് जब काव्य में किसी वर्ण की आवृत्ति एक से अधिक बार होती है अर्थात कोई वर्ण एक से अधिक बार आता है तो उसे अनुप्रास अलंकार कहते हैं അപ്പോൾ ഒന്നിലധികം പ്രാവശ്യം അക്ഷരങ്ങൾ അല്ലേ റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് അനുപ്രാസ് അലങ്കാർ എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തേത് എന്താണ് യമക് अलंकार जब काव्य में कोई शब्द एक से अधिक बार आए और उनके अर्थ अलग अलग हों तो उसे യമക് അലങ്കാർ എന്ന് പറയുന്നു എന്താണ് ഒരു കാവ്യത്തിൽ ഒരു ശബ്ദം അതിൻ്റെ അർത്ഥങ്ങൾ ഒന്നിലധികം വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം അല്ല അതും വെവ്വേറെ അർത്ഥം വരികയാണ് ഒരു ശബ്ദത്തിന് അല്ലേ അങ്ങനെയാണെങ്കിൽ അതിനെന്താണ് പറയുന്നത് യമക് അലങ്കാർ എന്ന് പറയും ഒരു ശബ്ദത്തിൽ തന്നെ 2-3 അർത്ഥം വരുന്നത് അല്ലേ
വെവ്വേറെ അർത്ഥം. പിന്നെ ശ്ലേഷ अलंकार എന്ന് പറഞ്ഞാൽ जहाँ किसी शब्द की आवृत्ति एक ही बार में हो पर उस शब्द के एक से अधिक अर्थ हों वहाँ श्लेष अलंकार होता है. അതായത് ശ്ലേഷ अलंकार എന്ന് പറഞ്ഞാൽ ശബ്ദ की ആവൃത്തി एक ही बार में हो, ഒരേ പ്രാവശ്യം ശബ്ദം വരും, പക്ഷെ എന്താണ് അതിൻ്റെ അർത്ഥം ഒന്നിലധികം പ്രാവശ്യം എന്താണ് റിപ്പീറ്റ് ആവും, വെവ്വേറെ ആവും അല്ലേ, ശബ്ദം വെവ്വേറെ ആയിരിക്കും. ഉസ് ശബ്ദക്ക് ഏക് സെ അധിക് അർത്ഥം ഹോ, വെവ്വേറെ അർത്ഥം വരും. അപ്പോൾ അതിനെന്താണ് പറയുന്നത്, ശ്ലേഷ് अलंकार. യമങ്ക് അലങ്കാറിൽ ശബ്ദം ഒന്നിലധികം പ്രാവശ്യം റിപ്പീറ്റ് ആവും, പക്ഷേ ശ്ലേഷ് അലങ്കാറിലാണെങ്കിലോ ശബ്ദ की ആവൃത്തി ഏക് ഹി ബാർ ഹോത്തി ഹെ. ഓക്കെ, ഇത്രയുമാണ് ഞങ്ങളിന്ന് പഠിച്ചത്. ഇനി അടുത്തത് ഞങ്ങൾക്ക് അർത്ഥാലങ്കാർ അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.